ഹായ് ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എഫ് ലെക്ചേഴ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് പറയാത്തതിനെ കൊണ്ട് ഞാൻ കൺസോൾട്ടേഷൻ വെച്ച് തുടങ്ങുകയാണ്. കൺസോൾട്ടേഷൻ നമുക്കറിയാം ഒരു പുതിയ ടോപ്പിക്കാണ്. അതായത് നമ്മൾ ക്ലാസ് 12 അവിടെ ഒന്നും കാണാത്ത പരിചയമില്ലാത്ത ടോപ്പിക്കാണ്. പക്ഷേ ആൾക്കാർ പറയും ഇത് ഭയങ്കര ടഫാണ്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല, ടാസ്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ എൻ്റെ ഈ അപ്രോച്ച്, ഈ വർക്കിംഗ് വെച്ച് ഈ അപ്രോച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ എനിക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യന് കപ്ലാങ്കിറ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ എനിക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആസിഫ് അഷ്റു ആണ്, അതിലേക്ക് സെൻഡ് ചെയ്താണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുന്നതല്ല ഏറ്റവും ബെറ്റർ. അപ്പോൾ അടുത്ത ആ വീഡിയോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ആദ്യം ആദ്യം നമുക്ക് കറക്റ്റ് എന്താണെന്ന് അറിയണം, എന്നാലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പം കൺസോൾട്ടേഷൻ അല്ലേ, കൺസോൾട്ടേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്ക്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ വൺ കമ്പനി, അത് ഞാൻ എഴുതിയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കമ്പനി ബൈസ് മോർ ദാൻ 50% ഓഫ് ഇക്വിറ്റി ഷെയർ. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർക്ക് എന്താ പറയാം? ഓർഡിനറി ഷെയർസ് എന്നും പറയല്ലേ. ഷെയർസ് ഓഫ് അനദർ കമ്പനി or other company then ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ 50% അധികം, അല്ല 50% വാങ്ങിയാൽ ഇറ്റ് ഗിവ്സ് ഫസ്റ്റ് കമ്പനി ഞാൻ 0 നോക്കാം. കമ്പനി കൺട്രോൾ ഓവർ ദി സെക്കൻഡ് കമ്പനി. ഒരു കമ്പനി 50%-ലധികം വേറൊരു കമ്പനിയിൽ വാങ്ങിയാൽ, അതായത് ഈ വാങ്ങുന്ന കമ്പനി ആയിരിക്കും പാരന്റ് കമ്പനി, ഈ വാങ്ങിയ കമ്പനി ആയിരിക്കും നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള കമ്പനി. ഓക്കെ, അത് പാരന്റ്. ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് അറിയാലോ. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കമ്പനിയും തമ്മിലുള്ള ഒരു കമ്പൈനിങ് ആണ്. അതായത് ഒരു പാരന്റ് കമ്പനി വേറൊരു കമ്പനീന്റെ ഷെയർസ് വാങ്ങുമ്പോൾ ആ കമ്പനി ഈ കമ്പനി കൊളാബോ അല്ലെങ്കിൽ ആ കമ്പനീന്റെ കൺട്രോൾ എടുക്കുക, സെക്കൻഡറി കമ്പനി. അപ്പോൾ ഈ കൺട്രോള് അധികം വന്നാൽ MCQലൊക്കെ വരാറുണ്ട്. കൺട്രോളിന്റെ എന്താന്ന് നോക്കാം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ ഹിയർ മീൻസ് പവർ ടു ഗവേൺ ദി സ്ട്രാറ്റജിക് decision making. ഓക്കെ, പവർ ടു ഗവേൺ ദി സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഈ കൺട്രോളിന്റെ അർത്ഥം വരുന്നത്. അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ കൺട്രോൾ ഉണ്ട് ഇവർക്ക്. ഓക്കെ, അത് ഗവേൺ ചെയ്യാനുള്ള. അതായത് നമ്മൾ അസോസിയേറ്റ്സ് കുറച്ച് തന്നെ പഠിക്കും, അതായത് 50% താഴെയുള്ളത്. അപ്പോൾ അവർക്ക് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, അപ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ പാരന്റ് സബ്സിഡിയറിയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഫസ്റ്റ് കമ്പനി, ഇതൊരു തിയറി ടൈപ്പാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ട് ഇതിന്റെ കൂടുതൽ ടീച്ചർ ഞാൻ ബ്രീഫായിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോകണം. നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ വർക്കിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇത് MCQലൊക്കെ തിയറി ആയിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഫസ്റ്റ് കമ്പനി ഹാസ് ഇനഫ് വോട്ടിംഗ് റൈറ്റ്
to elect or elect almost all the directors of second company. അപ്പോൾ ഈ ഫസ്റ്റ് കമ്പനിക്ക് ഡയറക്ടേഴ്സ് സെക്കൻഡ് കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സിനെ വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് റൈറ്റിങ്ങിന് ഉള്ള എൻഎഫ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. അതായത് ഒന്നല്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പനിക്ക് സെക്കൻഡ് കമ്പനിയിലുള്ള ഏകദേശം എല്ലാ ഡയറക്ടറിനെയും വോട്ട് ചെയ്യാനുള്ള അത്രയും വോട്ട് ഉണ്ടാവും. ഓക്കെ, എലക്ട് ചെയ്യാനുള്ള അത്രയും വോട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ദെൻ ദ ഫസ്റ്റ് കമ്പനി, അതായത് ഇത് പാരന്റ് കമ്പനി ആട്ടോ. ഫസ്റ്റ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് കമ്പനി ബിക്കം പാരന്റ്. ഈസിലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞ ഫസ്റ്റ് കമ്പനി എന്താവും? പാരന്റ് ആവും. Then the second company becomes what? Comment ചെയ്യടോ. Comes second subsidiary. അല്ലേ? Now അല്ലെങ്കിൽ സബ്സിഡറി അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് ബ്രാക്കറ്റ് പറയാം. അപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയും കേട്ടോ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് the parent operates second company as it's merely just another department. അതായത് ഈ സെക്കൻഡ് കമ്പനീനെ, അതായത് സബ്സിഡറീനെ പാരന്റ് എങ്ങനെ ഒരു അനദർ ഡിപ്പാർട്ട്മെന്റ് പോലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ in strict legal terms, both are distinct സ്ട്രിക്റ്റ് ലീഗൽ ടേമിൽ എന്താണ്? രണ്ടും രണ്ട് കമ്പനിയാണ്. ബട്ട് ഇൻ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസിൽ വെച്ച് നോക്കുമ്പോൾ both are what? One. Commercial substance നോക്കുമ്പോൾ both are one. That is a single economic unit or group. നമ്മൾ ഗ്രൂപ്പ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയണ്ടല്ലേ? അപ്പം സ്ട്രിക്ട് ലീഗൽ ടേംസിൽ സ്ട്രിക്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ്? രണ്ടും ഗ്രൂപ്പാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാനുള്ളത് ഇതിൻ്റെ മെക്കാനിസം ആണ്. മെക്കാനിസം ഓഫ് കൺസോളിഡേഷൻ ഓർ ഗ്രൂപ്പ്സ് കൺസോളിഡേഷൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ മെക്കാനിസം? ഫസ്റ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതൊരു ആഡിങ് ടുഗദർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യല്ലേ? അപ്പോൾ ഇതൊരു ആഡിങ് ആണ്. ആഡിങ് ടുഗദർ അല്ലേ? പിന്നെ വരുമ്പോൾ എലിമിനേറ്റിംഗ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ ഇൻ ബിറ്റ്വീൻ, അത് എലിമിനേറ്റും ചെയ്യണം അല്ലേ? എലിമിനേറ്റിംഗ് എനി ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസാക്ഷൻ ഓർ എലിമിനേറ്റിംഗ് എനി ഡിപ്പാർട്ട്മെന്റൽ transaction, guys. Okay, അപ്പോൾ ഇതാണ് ഇതിന്റെ മെക്കാനിസം വരുന്നത്. അടുത്തത് ഇനി നമുക്ക്
ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെ ചോദിക്കാറ് സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യാനാ പറയാ. 2 സാധനം വരുന്നുണ്ട് മെയിനായിട്ട് കൺസൾട്ടേഷനിൽ, നോക്കി വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്, കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് SOFP. ഓക്കെ. സെക്കൻഡ്, കൺസോളിഡേഷൻ statement of profit or loss, that means SOPL അല്ലേ. ഇനി ഈ കൺസോളിഡേഷൻ SOFP ഫസ്റ്റ് നോക്കാനുള്ളത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യനിൽ അപ്രോച്ച് വരുമ്പോൾ കുറേ വർക്കിങ്സ് ഉണ്ട്. അതിൽ വർക്കിംഗ് നമ്പർ 1 എന്താണ്? ഗ്രൂപ്പ് സ്ട്രക്ചർ. ഇതൊന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ലേഔട്ട് പോലെ നമ്മൾ ചെയ്ത് വെക്കുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഗ്രൂപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരന്റ് ഉണ്ടാവില്ലേ, സബ്സിഡറി ഉണ്ടാവും. അതിൽ എത്ര പെർസെൻറ്റേജ് അക്വസിഷൻ അല്ലെങ്കിൽ അക്വസിഷൻ എന്ന് പറയും, റിപ്പോർട്ടിംഗ് എന്ന് പറയും. അല്ലെ, അക്വസിഷൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടായി നോക്കണം. അപ്പം നമുക്ക് സപ്പോസ് അസ്യൂം ചെയ്യുക 80% പാരന്റ് സബ്സിഡറിനെ അക്വയർ ചെയ്തിരിക്കുന്നു വിചാരിക്കുക. അക്വസിഷൻ ഡേറ്റ് നോക്കുക, അക്വസിഷൻ ഡേറ്റ്, റിപ്പോർട്ടിംഗ് ഡേറ്റ്, ഇത് രണ്ടും ഇവിടെ എഴുതിയേക്കാം. കാരണം ഇവിടെ ചിലപ്പം അക്വസിഷൻ ഡേറ്റ് ഇപ്പോൾ ഡിസംബർ ജനുവരി ആകുമ്പം പ്രശ്നമില്ല. പക്ഷേ ഒരു ജൂലൈ ഡിസംബർ ഒക്കെ ആകുമ്പോൾ 6 മാസം ഗ്യാപ്പെല്ലാം വരും. അപ്പോൾ അതിനനുസരിച്ച് അപ്പോർഷനനുസരിച്ച് ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ടാവും. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്, കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ. എന്തായാലും നമുക്കിവിടെ റിപ്പോർട്ടിംഗ് ഡേറ്റും 1 ജാനുവരി 2024 കൊടുക്കാം. ഇവിടെ 31 ഡിസംബർ 2024 തന്നെ കൊടുക്കാം റിപ്പോർട്ടിംഗ് ഡേറ്റ്. പക്ഷേ ചില കേസിൽ ഡിഫറൻസ് വരും കേട്ടോ. പാരന്റ് സബ്സിഡറിനെ അക്വയർ ചെയ്തത് ഫസ്റ്റത്തെ. വർക്കിംഗ് നമ്പർ 2 എന്താ? ആർക്കെന്താ ഐഡിയ ഉണ്ടോ? Working number 2 is, guys, net asset of subsidiary. ഇതിൽ നമുക്ക് 3-4 കോളം ഉണ്ടാക്കാനുണ്ട്. ഫസ്റ്റത്തെ കോളം ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, വെയിറ്റ് അങ്ങനല്ല. ഫസ്റ്റത്തേൽ അറ്റ് അക്വസിഷൻ്റെ ഡേറ്റിൽ ഇപ്പുറത്താണ് അറ്റ് അക്വസിഷൻ, അറ്റ് റിപ്പോർട്ടിംഗ്, അറ്റ് പോസ്റ്റ് അക്വസിഷൻ റിസർവ്, അതായത് PAR അങ്ങനെ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ടേക്ക് ഇനി പറയാൻ ശ്രമിക്കാം മാക്സിമം. ഒക്കെ നോക്കി വെച്ചോ, പോസ്റ്റ് അക്വസിഷൻ റിസർവ്. ഓക്കെ. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇക്വിറ്റി ആയിട്ട് ഷെയർ ക്യാപിറ്റൽ വരും, ഷെയർ പ്രീമിയം വരാം. ഇതൊക്കെ ബാലൻസ് ഷീറ്റുള്ള അനുസരിച്ചിട്ടാണ് വരിക. ഷെയർ പ്രീമിയം വരാം, റീവാലുവേഷൻ സർപ്ലസ് തരും അവർ, റീവാലുവേഷൻ സർപ്ലസ്, പിന്നെ റീറ്റൈൻഡ് ഏർണിങ്സും വരും. ഷോർട്ടാക്കിയിട്ട് എഴുതിയ കാശ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ബാലൻസ് ഷീറ്റിൽ എത്ര, ഒരു 1.5 മില്യൺ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് 1.5 മില്യൺ ഉണ്ടെന്ന് വെച്ചാൽ അത്ര തന്നെയാണ് ഇവിടെയും വരിക. റിപ്പോർട്ടിങ്ങിലുള്ള തന്നെയാണ് സെയിം, ഒന്നുമില്ല, ബാലൻസിൻ്റെ അടുത്ത് തിരിച്ചിടുക, അത്രേ ഉള്ളൂ. പോസ്റ്റ് അക്വസിഷനിൽ 0 വരും. ഇനി റിപ്പോർട്ടിങ്ങിൽ 1 മില്യൺ ആണെന്ന് വിചാരിക്കാം.
$1 million എന്ന് പറയുമ്പോൾ എത്ര വരും? അത് സെയിം അങ്ങനെ തന്നെ എടുത്ത് ഇതിലൂടുക. പ്രീമിയം ബാലൻസിൽ തരാറുണ്ട്. ഇനി റീബാലൻസും സർപ്ലസും സെയിം തന്നെ. ഒരു 500 ആണ് നോക്കുക, 5 lakh ആണ് നോക്കുക. അപ്പോൾ അതും അങ്ങനെ തന്നെ. റീറ്റൈൻഡ് ഏർണിങ്സ് എങ്ങനെ വരിക അറിയാം? അറ്റ് റിപ്പോർട്ടിങ്ങിലുള്ള അറ്റ് അക്വസിഷനുള്ളത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് ആണ് പോസ്റ്റ് അക്വസിഷനിൽ വരിക. റിപ്പോർട്ടിങ്ങിലുള്ളതിന്റെ ഡിഫറൻസ് ആണ് വരാറ്. ഇനിയിപ്പോൾ റിപ്പോർട്ടിങ്ങിൽ ഒരു 500 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്ത്, ഇവിടെ ഒരു 300, അതായത് 3 lakh ആണെന്ന് ഞാൻ അസ്യൂം ചെയ്ത്, അങ്ങനെയാണെങ്കിൽ 200,000 എന്ത് വരും? റീറ്റേൺ ഏർണിംഗ് വരും. അങ്ങനെ ഇതൊക്കെ ഒന്ന് സം ചെയ്യാം. ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും, ഇങ്ങനെ വലിച്ചിടുക. ഓക്കെ, നൗ വർക്കിംഗ് നമ്പർ 3 ഗൈസ്. വർക്കിംഗ് നമ്പർ 3 എന്താ? ഗുഡ്വിൽ. ഇതാണ് മെയിൻ. ഇതിലത്തെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ ആയിരിക്കും, ഗുഡ്വിൽ തന്നെ ആയിരിക്കും. ഗുഡ്വിൽ നല്ലോണം നോക്കി വെച്ചോ. ഗുഡ്വിൽ. ഓക്കെ, ഗുഡ്വില്ലിൽ ഫസ്റ്റ് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറി, അതായത് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ എന്തെല്ലാം കൊടുക്കും? കൺസിഡറേഷൻ ഉണ്ടോ? കോസ്റ്റ് ഓഫ് കൺസിഡറേഷൻ എന്നും പറയാം, കൺസിഡറേഷൻ എന്നും പറയാം. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് സബ്സിഡറി ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി ആയിട്ട് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർ ആയിട്ടോ, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കുറേ ഉണ്ട്, പക്ഷെ അത്ര ഒന്നും FIയിൽ വരുന്നില്ല. ക്യാഷ് ആയിട്ട് ഷെയർ ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് വരാം. ഓക്കെ, അതായത് ഫെയർ വാല്യൂ ഓഫ് കൺസോളിഡേഷൻ. ഫെയർ വാല്യൂ ഓഫ് കൺസോളിഡേഷൻ ക്യാഷ് ആയിട്ടോ ഷെയർ ആയിട്ടോ തരാം, അത് ഇതിലുണ്ടാവും. മിക്കവാറും നിങ്ങൾക്ക് തരാറുണ്ട്. ഇപ്പം ഞാനിവിടെ അസ്യൂം ചെയ്യണം എത്ര? 4 million ആണെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, 4 million തന്നിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ആഡ്, ഈ ഫോർമാറ്റ് ഒന്ന് മറന്നു കൊടുത്തിട്ടോ. ആഡ് ചെയ്യരുത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അറ്റ് അക്വസിഷൻ. ഇതൊരു അധികം ഇത് തരാറുണ്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല FIയിൽ. ഇത് ഫൈൻഡ് ചെയ്യാൻ 2 മെത്തേഡൊക്കെ ഉണ്ട്, ഫെയർ വാല്യൂ മെത്തേഡ്, അങ്ങനെ കുറച്ച് മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും നോൺ കൺട്രോളിങ് അക്വസിഷൻ. ഞാൻ അസ്യൂം ചെയ്യാണ് എത്ര? 1 million ആണ് ഞാൻ അസ്യൂം ചെയ്യാണ്, $1 million. ഇനി ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണോ? ലെസ് വർക്കിംഗ് നമ്പർ 2. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വർക്കിംഗ് നമ്പർ 2 ആയ നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡറി ഇതിൽ നിന്ന് മൈനസ് ചെയ്യണമല്ലേ? മൈനസ് ചെയ്യണേ, ബ്രാക്കറ്റ് ചെയ്യുക. പക്ഷെ നമ്മളുടെ മൈനസ് ഓപ്ഷൻ കൊടുക്കുന്നത്. എത്ര മൈനസ് ചെയ്യണ്ടേ? 3.3 million ആണെന്ന് എന്ത് ഞാൻ അസ്യൂം ചെയ്ത്. അപ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? നെറ്റ് ഓഫ് ഗുഡ്വിൽ. നെറ്റ് ഓഫ് ഗുഡ്വിൽ. നിങ്ങളെ FRലൊക്കെ ഇനി എന്താവും? ഇമ്പാർമെന്റ് ഒക്കെ ലെസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് ഗുഡ്വിൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നെറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും FI സിലബസിൽ അത്രക്കൊന്നുമില്ല, ഗുഡ്വിൽ ഉള്ളൂ. ഓക്കെ, ഗുഡ്വിൽ നമുക്ക് കിട്ടി. ഇവിടെ വേണമെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യാം കേട്ടോ. 5 million ഇത് മൈനസ് ചെയ്യാം. സെയിം തന്നെയാണ് എന്തായാലും. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി വൃത്തി. കാരണം നിങ്ങൾക്ക് റിവേഴ്സ് വർക്കിംഗ് ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കോട്ടൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും. അതായത് ഈ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാണാനുണ്ടാവും. ഗുഡ്വിൽ തന്നിട്ട് ഈ ഫിഗർ കാണാനുണ്ടാവും. അപ്പം എന്താക്കണോ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഇവിടെ എത്തി, ഇത് 2 ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരേണ്ടി വരും കേട്ടോ. ഒന്നുമില്ല ആണെങ്കിൽ അത് കാണിച്ചു തരാം. 500 million കിട്ടി.
അതിൽ നിന്ന് ഞാൻ ഈ ഓക്കെ. ഇനി വർക്കിംഗ് നമ്പർ 4 വളരെ ഈസിയാണ്. വർക്കിംഗ് നമ്പർ 4 എന്താ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അറ്റ് റിപ്പോർട്ടിംഗ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എന്താ? ഇത് അക്വസിഷൻ കേട്ടോ, അത് നമ്മൾ മാറിപ്പോണ്ട. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അറ്റ് അക്വസിഷൻ എടുക്കുക. അതായത് വർക്കിംഗ് നമ്പർ 2 ഉണ്ടാവും, അല്ലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1 million ആയിരുന്നു അല്ലേ? ഇനി ഇപ്പോൾ 1 lakh ആയിട്ട് അസ്യൂം ചെയ്യാട്ടോ ഞാൻ ഈ ഇതിൽ ഫിഗറിൽ. ഇതിലെന്ത് ആഡ് ചെയ്യണോ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പോസ്റ്റ് അക്വസിഷൻ റിസർവ് ഓഫ് സബ്സിഡറി. അതായത് ഈ പി എ ആർ ഇല്ലേ, നമ്മൾ വർക്കിംഗ് നോട്ടിൽ വർക്കിംഗ് നമ്പർ 2 കണ്ടുപിടിച്ച അതിന്റെ സബ്സിഡറിന്റെ പെർസെൻറ്റേജ്. സബ്സിഡറിന്റെ പെർസെൻറ്റേജ് നമുക്ക് എത്ര അവിടെ വരുന്നത്? 20% അല്ലേ? 20%. ഈ പോസ്റ്റ് അക്വസിഷൻ റിസർവ് എത്രയായിരുന്നു? 200 അല്ലേ? 200,000. ഓക്കെ, അതാണ് ഇവിടെ വരിക. അപ്പൊ എത്ര ഉണ്ടാവും? 40 ഏഡ് ചെയ്യാ, അത്രയേ ഉള്ളൂ. സമ്മാക്കുക കണ്ടോ? 140. ഇനി വർക്കിംഗ് നമ്പർ 5 എന്താ? വർക്കിംഗ് നമ്പർ 5 എന്തായിരിക്കും? ഗ്രൂപ്പ് റിട്ടേൺ ഏർണിങ്സ്. കുറച്ച് സ്പീഡാക്കാം നമുക്ക്. ഗ്രൂപ്പ് റിട്ടേൺ ഏർണിങ്സ്, അതായത് റിട്ടേൺ ഏർണിങ്സ് നോക്കാം. പാരന്റ് പെർസെൻറ്റേജ് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ് കേട്ടോ. പോസ്റ്റ് അക്വിസിഷൻ റിസർവ് ഇത് ആഡ് ചെയ്യാണ്ടോ? സോറി. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ എന്താ? പാരന്റ് ഇൻറ്റു 100% റിട്ടേൺ ഏർണിംഗ്. പാരന്റിന്റെ 100% റിട്ടേൺ ഏർണിംഗ് ആണ് നമുക്ക് വേണ്ടിയത്. പാരന്റ്സ് 100% ഓഫ് റിട്ടേൺ ഏർണിംഗ് റിപ്പോർട്ടിംഗ്. ഓക്കെ, എത്രയായിരുന്നു റിപ്പോർട്ടിങ്ങിൽ? 500 ആയിരുന്നു അല്ലേ? നോക്കിക്കളയാം. പാരന്റ് റിപ്പോർട്ടിങ്ങിൽ നമുക്ക് 500 അല്ലേ? സോറി, 500 അല്ല. റിട്ടേൺ ഏർണിങ്സ് 500 എടുത്ത്. പോസ്റ്റ് അക്വിസിഷൻ റിസർവ് എത്ര? 200 ഇൻറ്റു പാരന്റ് പെർസെൻറ്റേജ് 80% അല്ലേ? 80% വന്നാൽ എത്ര കിട്ടും? 160,000 അല്ലേ? ക്ലാസ് അത് എന്താക്കുക? ആഡ് ചെയ്യാം. കിട്ടിയ 3660 SOFPT. ഇനി നമ്മൾ കൺസോളിഡേഷൻ ഇത്രയും വർക്കിംഗ് കഴിഞ്ഞാൽ എന്താക്കണം? കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെന്റ് SOP പ്രിപ്പയർ ചെയ്യണം. അതിൽ നിങ്ങൾ എന്താക്കുക? പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെന്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അതായത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ്. അതിനെ പറ്റിയിട്ടുള്ള വർക്കിംഗ് ഞാൻ തരാം. എന്നിട്ട് ഈ വർക്കിങ്ങിലുള്ള സാധനം എലമെന്റും കൂടി ആഡ് ചെയ്ത കൺസോളിഡേറ്റഡ് SOP കിട്ടി. അപ്പൊ ഈ വർക്കിംഗ് ആണ് മെയിൻ. ഈ വർക്കിംഗ് നിങ്ങൾക്ക് എന്താ ഇത് ചെയ്താലാണ് ഗുഡ്വില് എന്താ സെപ്പറേറ്റ് കാണാൻ പറ്റും, MCQ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൺസോളിഡേഷൻ SOFPL ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൺസോളിഡേഷൻ SOPL അല്ലേ? കൺസോളിഡേഷൻ SOPL അതാണ് നമ്മളെ സെക്കൻഡ് ടോപ്പിക് അല്ലേ? നമ്മളിതാ ബാലൻസ് ഷീറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്ത്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L നോക്കാം. അതിൽ 2 വർക്കിംഗ് വരാനുള്ളൂ. വെരി ഈസി ആൻഡ് വെരി സിമ്പിൾ. ഫസ്റ്റത്തെ വർക്കിംഗ് നമുക്ക് ഗ്രൂപ്പ് സെയിൽസ് ആണ് വരിക. ഗ്രൂപ്പ് സെയിൽസ് കേട്ടോ. പിന്നെ ഒരു ഇക്വേഷൻ പോലെ ഉണ്ട്. അതായത് പാരന്റ് സെയിൽസ് പ്ലസ് സബ്സിഡിയറി സെയിൽസ് പ്ലസ്
സോറി, മൈനസ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ്. ഇനി സി ജി എസ് ആ വരുന്നത്, ഗ്രൂപ്പ് സി ജി എസ്. അതായത് സി ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ? സി ജി എസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിം തിങ്. സി ജി എസ് നോക്കുമ്പോൾ പാരന്റ് സി ജി എസ് പ്ലസ് സബ്സിഡറി സി ജി എസ് മൈനസ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ്. ഒന്നുകൂടെ മൈനസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ്. പി ആർ പ്രോഫിറ്റ്, അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവും. അതായത് ഈ സബ്സിഡറി പാരന്റിനൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഇത് കുറയ്ക്കാനുണ്ടാവും. അതിന് ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താണ് ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസാക്ഷൻ അഥവാ ഇൻട്രാ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസാക്ഷൻസ് or intra group trading. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നുണ്ട്. മനസ്സിലാക്കിയില്ലെങ്കിൽ ഏത് പാർട്ടാണ് മനസ്സിലാവാത്തെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. റെസ്പോൺസ് ഒക്കെ ഒരാൾക്ക് വേണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എനിക്ക് അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത്രയും സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇന്ട്രാ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ ആയിരിക്കും? ഈ പാരന്റ് ആൻഡ് സബ്സിഡറി അല്ലേ? ഷോർട്ടായിട്ട് തന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് സബ്സിഡറി ഇറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് പറയുമ്പോൾ എലിമിനേഷനോ ആഡിങ് ടുഗദർ ആണെന്ന് പറഞ്ഞു. എലിമിനേറ്റിംഗ് വൈൽ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ എഫ്. ഓക്കെ, അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് ഇതിൽ രണ്ട് സംഗതികളാണ് വരുന്നത്. ഒന്ന് കറണ്ട് അക്കൗണ്ട് ബാലൻസ്. രണ്ട് എലമെന്റ് ആണ് കറണ്ട് അക്കൗണ്ട് ബാലൻസും പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റും വരുന്നുണ്ട്. പ്രൊവിഷൻ ഓഫ് അൺറിയലൈസ്ഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസിൽ നമുക്ക് പാരന്റ് ഉണ്ട്, സബ്സിഡറി ഉണ്ട് അല്ലേ? ഇതില് അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ട്. അതായത് റിസീവബിൾസിനാണ് AR കൊടുക്കുക. അക്കൗണ്ട് റിസീവബിൾസ്, അക്കൗണ്ട് പേബിൾസ് ഉണ്ട്. ഓക്കെ, അതിൽ 50,000 എന്താണ് പാരന്റിന്റെ റിസീവബിൾസ്, 30,000 സബ്സിഡറിന്റെ റിസീവബിൾസ്. ഇനി പേബിൾ നോക്കുമ്പോൾ 35,000 സബ്സിഡറിന്റെ 20,000. ഇതിനെങ്ങനെയാണ് നമ്മൾ SOFP-യിലേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. കൺസോൾട്ടേഷൻ SOFP-യിലേക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം പാരന്റിന്റെ റിസീവബിൾസും അതും 5,000 വരുന്നുണ്ട്. ഇതിൽ ഇൻട്രാ ഡിപ്പെൻഡ് ട്രാൻസാക്ഷൻ ഒരു ഇത് കൊടുക്കുക, അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 5,000 ഓഫ് ഇങ്ങനെ തന്നു, 5,000 ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഇൻ പാരന്റ്. പാരന്റിന്റെ ഈ 5,000 ഇത് ബിലോങ്സ് ടു സബ്സിഡറിനോ. അതായത് ഇതിപ്പോ ഈ സബ്സിഡറിക്കാണ് ഈ റിസീവബിൾസ് കിട്ടാനുള്ളതെങ്കിൽ അത് പാരന്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓർ പാരന്റ് ഓൺസ് ഫ്രം 5,000 ഫ്രം സബ്സിഡറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 50,000 എന്താക്കണം? നമ്മൾ ഈ 5,000 എന്താക്കണം? മൈനസ് ചെയ്യണം അല്ലേ? എന്നിട്ട് 30,000 ആഡ് ചെയ്യണം. അപ്പൊ എത്രയായി? 75,000 ആയില്ലേ? ഇനി ഈ 35,000 എന്താക്കണോ? നമ്മൾ ഈ പേബിൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ 5,000 പേബിൾ ആയിട്ടുള്ളത് മൈനസ് ചെയ്യാം അല്ലേ? ഇങ്ങനെയാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ് ഇത് വരിക.
ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസാക്ഷൻ വരിക, സോറി. അതായത് ഈ ഒന്നുമില്ല, 5,000 റിസീവബിൾ ബിലോങ്സ് ടു സബ്സിഡറി. സബ്സിഡറിന്റെ റിസീവബിൾ ആയിരുന്നു. അപ്പൊ റിസീവബിൾ ആകുമ്പോൾ നമ്മൾ പാരന്റിൽ ഡിഡക്ട് ചെയ്യണം. ഇനി പാരന്റ് സബ്സിഡറിക്ക് 5,000 ഓ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ 5,000 സബ്സിഡറിക്ക് മൈനസ് ചെയ്യുക പേയബിൾ നിന്ന്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻട്രാ ട്രാൻസാക്ഷൻ വരുന്നത്. ഇനി PURP അഥവാ പ്രൊവിഷൻ ഓഫ് unrealized profit on sale of goods. രണ്ടാമത്തെ വരുന്നത് ഇനി എക്സാമ്പിൾ സിനാരിയോ പറഞ്ഞുതരാം. ABC കമ്പനി ഹാസ് സോൾഡ് ഗുഡ്സ് ടു DF കമ്പനി. ഒരു അസംഷൻ ആണ്. ഫോർ $100,000 at 10% മാർക്കപ്പ് ഉണ്ടായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ മാർജിൻ വരിക. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടിൻ്റെയും ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. മാർജിൻ ഓക്കെ. ABC കമ്പനി എന്താക്കി, DF കമ്പനി 100,000 10% ആയിട്ട് മാർക്കപ്പ് ആയിട്ട് മാർജിൻ സോൾവ് ചെയ്തു. അതിൽ 30% സ്റ്റിൽ റിമൈൻസ് ഇൻ ദി 30% ഓഫ് ഗുഡ്സ് still in the inventory of DF. Okay, subsidiary 30% of goods still in the inventory ആണ്. ഓക്കെ, അപ്പോൾ DFന് സെയിൽ ചെയ്തു, അതിൽ 30% സ്റ്റിൽ ഇൻ ദ ഇൻവെന്ററി ആണെന്ന് പറയുന്നുണ്ട്. ഇനി മാർക്കപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, മാർജിൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മാർക്കപ്പ് ആകുമ്പോൾ 100,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 10 അല്ലേ. ആ പെർസെൻറ്റേജ് പ്ലസ് 10 ആ വരിക. അപ്പോൾ എത്ര വന്ന് 9091 വന്ന്. ഇത് 100,000 ഇൻറ്റു 10 ബൈ 100 എത്ര 10,000 അല്ലേ. സോറി 10,000. ഇവിടെ ക്വസ്റ്റ്യനിൽ മാർജിനാണ് ചോദിച്ചത്, സോറി മാർജിനാണ് ചോദിച്ചത്. അതുകൊണ്ട് മാർക്കപ്പ് ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. മാർജിൻ ആണെങ്കിൽ പെർസെൻറ്റേജ് കണ്ടിട്ട് അതിൻ്റെ 30% കാണാം. അപ്പൊ എത്രയായി 3,000 ആയില്ലേ. അപ്പൊ ഈ 3,000 ആണ് എന്ത് PURP ആയിട്ട് വരിക. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ നോക്കാണ്ട്. ഇഫ് സെല്ലർ ഈസ് പാരന്റ്, ഈ കേസിലാകുമ്പോൾ പാരന്റ് ABC വരിക. അങ്ങനെയാണെങ്കിൽ എൻട്രി എന്താ, ഗ്രൂപ്പ് റിട്ടേൺ ഏർണിംഗ് അക്കൗണ്ട്, ഗ്രൂപ്പ് റിട്ടേണിംഗ് അക്കൗണ്ട് ഡെബിറ്റ് 3,000. ഇത് വർക്കിംഗ് നമ്പർ 5-ലാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരിക. വർക്കിംഗ് നമ്പർ 5. ഓക്കെ, ടു ഇൻവെന്ററി എത്ര, ഇൻവെന്ററി ഓഫ് സബ്സിഡറിയിൽ നമ്മൾ എന്താക്കും, ക്രെഡിറ്റ് ചെയ്യും 3,000. if seller is subsidiary അഥവാ DF, നേരെ നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡറി അഥവാ വർക്കിംഗ് നമ്പർ 2 നമ്മൾ എന്താക്കും, ഡെബിറ്റ് ചെയ്യും.
3000. വർക്കിംഗ് നമ്പർ 2. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ എൻട്രി ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇൻവെൻട്രി ഓഫ് പി ക്രെഡിറ്റ്, അവിടുന്ന് ക്രെഡിറ്റ് ആക്കണം 3000. ഓക്കെ, എസ് ഓഫ് പിയിലൊക്കെ വരുമ്പോൾ ഇൻവെൻട്രിയിലാണ് അഡ്ജസ്റ്റ്മെന്റ് വരിക. അതായത് സബ്സിഡറിയിലാകുമ്പോൾ വർക്കിംഗ് നമ്പർ 2ലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡറി. ഈ പി യു ആർ പി എന്താക്കണം, അവിടുന്ന് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ കോളത്തിലിട്ടിട്ട് അത് മൈനസ് ചെയ്യണം. പിന്നെ പാരന്റ് ആവുമ്പോൾ ഗ്രൂപ്പ് റിട്ടേൺ ഏർണിങ്സ് ഇതാക്കണം. ഓക്കെ, ഇത്രയാണ് പി യു ആർ പിന്റെ വരുന്നത്. ഇനി അസോസിയേറ്റ്സിന്റെ ഇത്രക്കൊന്നുമില്ല. അസോസിയേറ്റ്സ് എഫ് ഐയില് അക്കൗണ്ടിങ് നോക്കി നോക്കാം. അസോസിയേറ്റ്സ് കുറച്ചുകൂടെ ഉള്ളൂ. അസോസിയേറ്റ്സും പറഞ്ഞ മതി, വേഗം നിർത്താം. ഓക്കെ, when one company purchase shares of another company, then another company, പക്ഷേ in between 20% to 50%, അതായത് 40%, 30%, അതൊക്കെ എന്തും അസോസിയേറ്റ്സ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു 50% താഴെയാണ് എന്താണെന്ന്. ഓക്കെ, then it gives എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ്, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ടു ഇൻവെസ്റ്റർ ഓവർ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ എന്താ പറഞ്ഞേ, വെൻ അപ്പോൾ കമ്പനി പർച്ചേസ് അനദർ കമ്പനി, ഇൻ ബിറ്റ്വീൻ എന്താകുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് കൊടുക്കും. ഈ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസർ എന്താ? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ദി പവർ ടു പാർട്ടിസിപ്പേറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും തമ്മിൽ അവർ നേരത്തെ കൺട്രോളും സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസും അവർ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ നോക്കി വെച്ചാൽ ദ പവർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഈ നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അപ്പം ഇപ്പം പ്രിപ്പയർ ചെയ്ത ഈ നോട്ട് നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് അതിൻ്റെ ലിങ്ക് തരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. ദെൻ പവർ ടു elect at least one director. മാത്രമാണ് അവർക്ക് എന്താക്കുക, പർച്ചേസ് പവർ അതൊക്കെ ചെയ്യാൻ പറ്റുക. അതിപ്പോൾ അതർ കമ്പനി എന്താ പറയുക, ഈ അതർ കമ്പനിക്ക് അസോസിയേറ്റ്സാ പറയുക, അത്രേ ഉള്ളൂ. ഇനി we need to apply equity method. Equity method of accounting അല്ലേ? അപ്പം നമ്മൾ ഇക്വിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്യണം അസോസിയേഷൻ്റെ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പാരന്റിന് ഇവിടെ നെസ്ലെ കൊടുത്തു. നെസ്ലെ ബ്യൂട്ടിഫുൾ ലൈഫ് അങ്ങനെന്തല്ല പരസ്യം. സബ്സിഡറി ആയിട്ട് ഞാൻ അൽമറായ കൊടുക്കുകയാണ്. അൽമറായ എന്ന് പറഞ്ഞാൽ ഒരു പാലിൻ്റെ കമ്പനി, അല്ലെങ്കിൽ നാട്ടിലത്തെ എന്തായിരുന്നു, മിൽമ കൊടുത്ത്. ഇനി 30% ഓഫ് അസോസിയേറ്റ് ആയിട്ട് ഒരു നാദക് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പാലിൻ്റെ തന്നെ. നാദക് കമ്പനി 30% ആയിട്ട് വന്നു അസോസിയേറ്റ്സ്. ഓക്കെ, അസോസിയേറ്റ് ആയിട്ട് നാദക് കമ്പനി 30% ആയിട്ട് വന്നു. ഓക്കെ,
അപ്പൊ ഇത്രയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി കൺസോളിഡേഷൻ SOPL എങ്ങനെയാ വരിക? SOPL നമ്മൾ എങ്ങനെ ചെയ്യും, അഥവാ കൺസോളിഡേഷൻ SOFPL എങ്ങനെ ചെയ്യും എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് കൺസോളിഡേഷൻ SOFPL ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5,000 ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ 5,000 ഞാൻ അസ്യൂം ചെയ്ത് ഫിഗർ. പിന്നെ ഇവിടെ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് പ്രോഫിറ്റിന്റെ ഫിഗർ ഉണ്ടാവും 30,000 ഫ്രം അസോസിയേറ്റ്സ് ഫ്രം അസോസിയേറ്റിന്റെ പ്രോഫിറ്റ് 30%. അതിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുമ്പോൾ എന്താ വരിക? 10,000 ഇൻറ്റു 30%. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നോക്കിയത്. ഞാൻ കുറച്ച് കാപ്ലാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ആസിഫ് അഷ്റൂം എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ DM ചെയ്യും. എന്നാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൺസൾട്ടേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം ഇല്ല. കുറച്ച് നോക്കി ആസിഫ് അഷ്റൂം എന്ന് പറഞ്ഞ പേജിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരാ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യും, എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോഴത്തേക്കും ബൈ. എല്ലാവരും പവർഫുള്ളായിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. See you guys. Bye.